ഖുറൈശിങ്ങ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തവാഫാക്കു സമ്മതം കൊടുത്ത അഥവാ ഞാൻ നേരത്തെ ചൊന്നല്ല മദീനത്തെ മക്കത്ത് വരുമ്പോ ഹുദൈബിയത്തിൽ തടയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ഒരാളെ കടത്തിരു അതാരെ കൊണ്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മർമോന്റെ കടത്തിർ ഒന്ന് പോയിട്ട് അങ്ങോട്ടൊട്ടിയെ മുണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ പോയപ്പ അങ്ങ് ചൊന്നാറ് ഈ വർഷ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറകുന്ന വിടൂല്ലേ ബേനെങ്ക് നിങ്ങക്ക് തവാഫാക്ക അയാളെ പറവ് കൂടല്ലേ. ഇത് വായിക്കുമ്പോ ഞാൻ വിചാരിച്ച കഅബത്തെ മുട്ടല്ല പോയിടെ വേറെ ചാൻസ് കിട്ടുക. അതുകൊണ്ട് അങ്ങളെ വിസയ പിന്നെ ഇക്കട്ട് നാണൊന്ന് ഏതായാലും വന്നതല്ലേ നാനൊന്ന് തവാഫാക്കുവേണ്ടി ಬೇಗ തവാഫാക്കിയുള്ളൂ എന്റെ പോലത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തൊരു ചൊന്തുകൊണ്ടുണ്ട കഅബല്ല എന്തിനെങ്ങു അങ്ക് ബെൽദാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കഅബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബ വരല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക വരല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അർശും സമമല്ല, ഒരു കുർസിയും സമമല്ല, ലോകത്തുള്ള ഒരു മലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങല്ല, ഒരു ജിബ്രീൽ അലൈഹിസ്സലാമും ആർക്ക് സമമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമല്ലേ അല്ല. അള്ളാഹു കഴിഞ്ഞെങ്കിൽ പിന്നെ ഉള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാ മിഅ്റാജ് റജാവുൽ ആ മലക്ക് വരെ എത്തുകാവാത്ത ജാഗയ്ക്ക് പോയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ലി ബഹ്റിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ സത്തിഹി റഅബൻ ഫവദ്ദഅ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു ഊടക് നന്റെ ലാസ്റ്റ് ആയിട്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അപ്പുറം പറകാവില്ല, ഇനി നിങ്ങക്ക് പോവാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമും ഇല്ല, ആരുമില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നത് നോക്കുമ്പോ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊന്തു മാ കുന്തു ലി അഫ്അല ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്റുട്ടി നീ ചൊന്നുകൊണ്ടുള്ളാറല്ല തവാഫാക്കണം ചൊന്നിട്ടു ഇല്ല, കഅബത്തെ മുട്ടമേ ഉണ്ടു, ഒന്ന് തവാഫാക്കി എന്തേന്ന് കേക്കറു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അയാളെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തവാഫാക്കാണ്ട് ഞാൻ തവാഫാക്കല്ലേ, അതുകൊണ്ട് ഞാൻ റിട്ടേൺ പോണ്ടേണ്ടാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങളൊരു തഅദീമ് നിങ്ങൾ നോക്കൂ, അങ്ങളൊരു അദബ് നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങളെ ഖൽബിലപ്പ അമ്മാതിരി മുഹബ്ബത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊന്തു മാ വളഅതു യമീനി അലാ ഫർജി, നന്റെ ഈ ബൽത്ത കയ്യിലെ നന്റെ ഗുഹ്യസ്ഥാനത്ത് മേൽ ഞാൻ വെച്ചിട്ടേ ഇല്ല, ബൽത്ത കയ്യിലെ ഗുഹ്യസ്ഥാനത്ത് മേൽ ഞാൻ വെച്ചിട്ടില്ല. ഏത് മുതൽ മുൻദു ബായഅതു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്താക്കിയത് മുതൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ തൊടുക എപ്പ നക്ക് സൗഭാഗ്യം കിട്ടിയ അണ്ട് മുതൽ ഈ കൈരെ നന്റെ ഗുഹ്യസ്ഥാനത്ത് മേൽ വെച്ചിട്ടില്ല. അത് വെക്കൂ തീറാൻ ചൊല്ലത് അയാൾ അഥവാ എത്ര വർഷം സൂക്ഷിക്കണു, ഒരു നാൾ രണ്ട് നാളത്തെ വിഷയമല്ല, ബയ്യത്ത് എപ്പാക്കിയിട്ടായിട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടക്കത്തിലെ ഇയാൾ ഇസ്ലാം കൊണ്ട്. അപ്പൊ ഒരു മക്കത്ത് 13 വർഷമാണ് വിചാരിക്കാം, മദീനത്തിൽ പിന്നൊരു 10 വർഷം 23 വർഷമായി. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലം 2 വർഷം 25 ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം 10 വർഷം 35. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലം 10-12 വർഷം 45-47 വർഷം. ഒരു വ്യക്തി അയാളെ കൈയുടെ ബൽത്ത കൈയുടെ ഗുഹ്യസ്ഥാനത്ത് തട്ടുവാട്ടിട്ടേ ഇല്ല, തൊട്ടിട്ടില്ല. എന്തിനെങ്ങും എടുത്ത കൈയാണ്. എന്തുകൊണ്ടു? അത് ലിഅന്നി മസിസ്തു ബിഹാദിഹിൽ യദി യദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ തൊട്ടേ, അതുകൊണ്ട് ഈ കൈ പിന്നെ ഒട്രാസി എവിടെയും വെക്കുള്ളതല്ലാണ്ട് ചൊല്ലത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുയുടെ വിശ്വാസമാണ്.